ജനം വോട്ട് ചെയ്തല്ലേ ജയിപ്പിച്ചത്? ആരാണെങ്കിലും ജനം വോട്ട് ചെയ്തല്ലേ ജയിപ്പിച്ചത്? അങ്ങനെ സംസാരിക്കരുത്. നിങ്ങൾ ഒരു മതേതരവാദി. ഞാൻ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞതിനെ പറ്റി കൃത്യമായി ക്ലാരിഫൈ ചെയ്തു. ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറ്റില്ല. നിങ്ങൾ അവിടെ BJPക്ക് ജയിച്ച ആളുടെ പേരും ലീഗിന് വേണ്ടി ജയിച്ച ആളുടെ പേരും നോക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. മലപ്പുറവും കാസർഗോഡും മാത്രം എടുത്ത് പറയുമ്പോൾ അതിന്റെ അസ്വാഭാവികതയില്ല ഒരു മതേതര സമൂഹത്തിൽ. അത് ബ്രാക്കറ്റ് ചെയ്ത് പറയല്ലേ, രണ്ട് ജില്ലകളെ മാത്രം. മലപ്പുറവും കാസർഗോഡും വരുമ്പോൾ വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്ന പരിപാടിയല്ലേ? പക്ഷെ മിനിസ്റ്റർ ഒരു കാര്യം, CPM സ്ഥാനാർത്ഥികളെ ജയിച്ചില്ല എന്നുകൊണ്ട് ജയിച്ച ആളുകളൊക്കെ വർഗീയവാദികളാണോ? ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകൾ വർഗീയവാദികളാണെന്നൊരു പ്രസ്താവന പറയുമ്പോ ബ്രാക്കറ്റ് ചെയ്ത് പറയുമ്പോൾ ജനം വോട്ട് ചെയ്ത ആളുകൾ ജയിപ്പിച്ച ഏതർത്ഥത്തിലാണെങ്കിലും ഞാൻ വ്യക്തമായി എന്റെ നിലപാട് പറഞ്ഞു. ഒരു വിഭാഗത്തെ മാത്രമാക്കി പറയുമ്പോൾ ജനം വോട്ട് ചെയ്തല്ലേ ജയിപ്പിച്ചത്? ആരാണെങ്കിലും ജനം വോട്ട് ചെയ്തല്ലേ ജയിപ്പിച്ചത്? അങ്ങനെ സംസാരിക്കരുത്. നിങ്ങൾ ഒരു മതേതരവാദി. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞതിനെ പറ്റി കൃത്യമായി ക്ലാരിഫൈ ചെയ്തു. ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറ്റില്ല. നിങ്ങൾ അവിടെ BJPക്ക് ജയിച്ച ആളുടെ പേരും ലീഗിന് വേണ്ടി ജയിച്ച ആളുടെ പേരും നോക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. മലപ്പുറവും കാസർഗോഡും മാത്രം എടുത്ത് പറയുമ്പോൾ അതിന്റെ അസ്വാഭാവികതയില്ല ഒരു മതേതര സമൂഹത്തിൽ. അത് ബ്രാക്കറ്റ് ചെയ്ത് പറയല്ലേ, രണ്ട് ജില്ലകളെ മാത്രം. മലപ്പുറവും കാസർഗോഡും വരുമ്പോൾ വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്ന പരിപാടിയല്ലേ?